നമുക്കിപ്പം നമ്മുടെ ലൈഫിലെ ഒരു മോശം സിറ്റുവേഷൻ വരുമ്പം നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റും. നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. നമ്മൾ കുറേ അടി കിട്ടിയാലും നമ്മൾ പിന്നെയും പല കാര്യങ്ങളുടെ പുറകെ പോവും. പക്ഷെ നമുക്ക് തന്നെ മനസ്സിലായി പോകും നമ്മുടെ അനുഭവങ്ങളെ കൊണ്ട്. നമ്മുടെ മോശം അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കൂടെ ആര് നിൽക്കും, നമ്മളെ ആരൊക്കെ മനസ്സിലാക്കും, നമ്മുടെ ലൈഫിൽ മുന്നോട്ട് ഇനി ആരെയൊക്കെ കൊണ്ടുപോകണം, ആരെയൊക്കെ നമ്മളെ അകറ്റി നിർത്തണം, അങ്ങനെയുള്ള ഒരുപാട് ലൈഫ് ലെസൺസും എനിക്ക് ഈ ഒരു വർഷം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങളോടൊക്കെ ഞാൻ ഷെയർ ചെയ്ത ഒരു കാര്യമാണ് ഞാനൊരു കാർ എടുത്തു എന്നുള്ളത്. കാർ എടുക്കാന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര സംഭവമൊന്നുമല്ല. ഇപ്പം ഞാൻ 18 വയസ്സിൽ എനിക്ക് കാർ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടും മറ്റേ കാറുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്കാണെങ്കിലും അവിടെ XUV, ഇവിടെ ആണെങ്കിലും അതൊരു പുതുമയല്ല. അത് ശരിക്കും ഒരു വലിയൊരു പുതുമയോ വലിയൊരു കാര്യമോ ആയിട്ടല്ല. പക്ഷെ എൻ്റെ സ്വന്തം കുറച്ച് അധ്വാനത്തില് ഒരു ചെറിയൊരു വണ്ടി ആണെങ്കിൽ പോലും അത് എടുക്കാൻ പറ്റി, അല്ലെങ്കിൽ അത് എടുക്കാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ ആദ്യം ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് നമ്മൾ ഡിംപിൾ റോസിനെ കുറിച്ച് പറയാനാണ്. അപ്പോൾ ഡിംപിൾ റോസിനെ കുറിച്ചിട്ട് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. സീരിയൽ അതുപോലെ സിനിമാ രംഗത്ത് നല്ല രീതിയിൽ തന്നെ തിളങ്ങി നിൽക്കുന്നൊരു നടി തന്നെയാണ്. അപ്പോൾ അവർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് വിഷമങ്ങൾ വരുന്ന പല ഘട്ടങ്ങളും ഉണ്ടാവും. അതെന്നെല്ലാം നമ്മൾ സാക്രിഫൈ ചെയ്തിട്ട് മുന്നോട്ട് വരികയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു കാര്യത്തിനെ കുറിച്ച് മാത്രം നമ്മൾ ഓർത്തിട്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ഓർത്ത് ജീവിതം നശിപ്പിച്ച് കളയാതിരിക്കുക. നമ്മുടെ ലൈഫ് എങ്ങനെയാണോ നമുക്ക് എന്താ പറയുക, ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ കല്ലും മുള്ളും എല്ലാം നിറഞ്ഞതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ജീവിതമായിട്ട് മുന്നോട്ട് പോവുക. അല്ലാതെ നമ്മൾ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രം നമുക്കത് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നമുക്കത് പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ തളർന്ന് ഒരിടത്ത് തകർന്നിരിക്കാതെ നമ്മൾ ഇനി വരും ഇതിൽ എന്തൊക്കെയാണെന്നുള്ളത് ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. ഒരിക്കലും തളരാൻ പാടില്ല. ആരും ഡിപ്പെൻഡ് ചെയ്യാതെ ഇരിക്കാൻ നോക്കുക. അതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം എന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത്. അവിടെ ഡിംപിൾ പറഞ്ഞതുപോലെ തന്നെ മോശം കാലഘട്ടങ്ങൾ പലർക്കും ഉണ്ടാവും. പക്ഷെ അതെല്ലാം നമ്മൾ കാറ്റിൽ പറത്തിയിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു ലോകം പണിത് ഉയർത്തുവാണെങ്കിൽ നമുക്ക് എപ്പോഴാണെങ്കിലും നമുക്കത് സക്സസ് ആവാൻ പറ്റും. അപ്പോൾ ഡിംപിൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. കേട്ട് നോക്കൂ. ഞാനായിട്ട് ഡിസൈഡ് ചെയ്ത് ഞാനായിട്ട് വേണം എന്ന് തോന്നി ചെയ്ത എൻ്റെ ഒരു 31 വയസ്സിൽ ഞാൻ എനിക്കായിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരു പോയിന്റ് വരെ ഞാൻ ബ്ലാങ്ക് ആയിരുന്നു. പലതും ഞാൻ ചെയ്തെങ്കിലും അത് എനിക്ക് എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളിലേക്കാണ് ഞാൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയത്. അപ്പോൾ ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് എനിക്ക് ഒരു എന്താ പറയുക, ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ എന്ന് പറയാനായിട്ട് എന്തെങ്കിലും എനിക്ക് വേണം എന്നുള്ളത്. അതിൻ്റെ ആദ്യത്തെ ഒരു പടി എന്നുള്ള രീതിയിലാണ് ഈ കാറ്. ചെറിയൊരു തുടക്കമാണല്ലോ കാര്യം, കുഞ്ഞൊരു കാറാണെങ്കിൽ പോലും അത് ആദ്യത്തെ പടി എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ആഗ്രഹമായിരുന്നു എനിക്ക് സ്വന്തമായിട്ട് ഒരു ലിവിങ് സ്പേസ് വേണം എന്നുള്ളത്. കാര്യം അവിടെ ആൻസി ചേട്ടൻ ഒറ്റമോനാണ്, അത് ഞങ്ങൾക്കുള്ളതാണ്. ഇതും ഞങ്ങളുടെ വീടാണ്. ഇപ്പം എൻ്റെ വീടെന്നും പറയുന്നില്ല, മമ്മിയുടെ ഡാഡിയുടെ വീടെന്ന് പറയുന്നില്ല, ചേട്ടൻ്റെ വീടെന്നും പറയുന്നില്ല. ഇത് ഞങ്ങളുടെ ഒരു സ്വപ്നവും ഞങ്ങളുടെ എല്ലാവരുടെയും അധ്വാനവും ഉള്ള വീടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളുടെ വീടാണ്. അവിടെയും എൻ്റെ എന്ന് പറയാനുള്ളൊരു ഗ്യാപ്പ് ഇല്ല. അതാണ് ഒരു പെൺകുട്ടിക്ക് ആദ്യം ഒരു ഇത് വേണ്ടത്. ശരിയാണ്, നമ്മൾ ജനിച്ചു വളർന്ന വീടുണ്ടാവും. അത് ശരി, നമുക്ക് എൻ്റെ എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ സഹോദരങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒറ്റ മോനാണെങ്കിൽ തന്നെ അവിടെ അച്ഛനും അമ്മയും ഉണ്ടാവും. അത് എൻ്റെ എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന വീടും നമ്മൾക്ക് അവകാശത്തോടു കൂടി ഒരിക്കലും പറയാൻ പറ്റില്ല അത് എൻ്റെയാണ് എന്നുള്ളത് പറയാൻ പറ്റില്ല. അത് നമ്മുടെ പേരിലല്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് നമ്മളുടെ എന്ന് പറയാൻ പറ്റില്ല. സത്യമാണ്. ഞാൻ ഒരു എന്താ പറയുക, ജീവിത അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് സ്വന്തം കാലിൽ നിന്ന് നമുക്ക് സ്വന്തമായിട്ടൊരു വീട്, നമ്മുടെ മക്കൾക്കും നമുക്കും സ്വന്തമായിട്ട് ആരും ഇറങ്ങിപ്പോ എന്ന് പറയാത്ത രീതിയിലുള്ള നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു വീട്, ഏതൊരു പെൺകുട്ടി ഇപ്പോൾ ഈ ഒരു തലമുറ, ഇപ്പോൾ വളർന്നു വരുന്ന തലമുറ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയൊരു ഇതാണ്. അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു ജോലി കിട്ടാതെ ഒരിക്കലും ആരും വിവാഹം കഴിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ വെച്ചാൽ നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പലതും നേടിയെടുക്കാൻ സാധിക്കും. അല്ലാതെ നമ്മൾ കല്യാണം കഴിഞ്ഞ് അവർ പഠിപ്പിക്കാം, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ജോലിക്ക് പോയിക്കോ എന്നൊക്കെ
പലതും പറയും. പക്ഷേ അതൊന്നും നമ്മൾ ആദ്യം നമ്മൾ ഒരിക്കലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കല്യാണത്തിനോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക വേറെ ഉള്ള കാര്യങ്ങൾക്കോ ഒന്നുമല്ല. നമ്മൾ ആദ്യം ഒരു പെൺകുട്ടി ആദ്യം നിലപാടെടുക്കേണ്ടത് സ്വന്തം ജോലി കിട്ടിയതിന് ശേഷം മാത്രമേ ഞാനൊരു വിവാഹം കഴിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷം പിന്നെ നിലപാടെടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്വന്തമായിട്ടൊരു വീട്, നമുക്ക് ആരും നമ്മളെ ഇറങ്ങിപ്പോ പറയാത്ത നമുക്ക് മാത്രമായിട്ടുള്ളൊരു ഒരു ലിവിങ് പ്ലേസ്. അതാണ് ഏറ്റവും നല്ലൊരു ഇത്. എന്ന് വെച്ചാൽ നമുക്ക് എന്തൊരു പ്രശ്നം വന്നാലും നമുക്ക് അവിടെ കയറി ചെല്ലാം. ഇപ്പം നമുക്ക് കല്യാണം കഴിഞ്ഞ് നമ്മൾക്ക് മക്കളായി കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ പ്രശ്നങ്ങൾ വന്ന് ചിലപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി നിൽക്കാൻ പറ്റില്ല. നമ്മൾ മാത്രമാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ അംഗീകരിക്കുമായിരിക്കും. പക്ഷെ നമ്മുടെ മക്കളും കൂടി ചെല്ലുന്ന സമയത്ത് അവർക്കതൊരു ബാധ്യത തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു ലിവിങ് പ്ലേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ധൈര്യത്തോടു കൂടി തന്നെ നമുക്ക് കയറി നിൽക്കാം. അതുപോലെ തന്നെ നമ്മൾക്ക് എന്താ പറയുക, ഇപ്പോൾ ആഹാരം വെക്കാനില്ലെങ്കിലും നമുക്ക് നമ്മുടെ വീടാണല്ലോ, സമാധാനത്തോടെ നമുക്ക് കിടന്നുറങ്ങാം. അതാണ് ഒരു പെണ്ണിന് ഏറ്റവും വലിയൊരു ഇത്. ആദ്യം ജോലി, പിന്നെ ഒരു ലിവിങ് പ്ലേസ്. ഓരോ പെൺകുട്ടികൾക്കും അത് അത്യാവശ്യം തന്നെയാണ്. ഈ വരുന്ന തലമുറ എന്ന് പറയുന്നത് നമുക്ക് ആരെയും എന്താ പറയുക നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരെന്തൊക്കെ സ്വഭാവ രീതികളാണ്, ഇപ്പം നമ്മളുടെ അടുത്ത് ഇടപഴകിയ രീതികളല്ലായിരിക്കും നമ്മൾ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ചില ആളുകളുടെ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ലോകം പണിതുയർത്തുക, അതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം. അതുപോലെ തന്നെ ഡിംപിൾ റോസ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കൂ. ഞങ്ങളുടെ വീടാണ്, അവിടെയും ഞങ്ങളുടെ വീടാണ്. പക്ഷെ എൻ്റെ എന്ന് പറയാനായിട്ട് എന്തെങ്കിലും വേണം, എൻ്റെ ഇഷ്ടത്തിന് ഉള്ള എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ എൻ്റെ എന്ന് പൂർണ്ണമായിട്ട് പറയാവുന്ന രീതിയിൽ എന്തെങ്കിലും വേണം. ഒരു ലിവിങ് സ്പേസ് എന്നുള്ളത് എൻ്റെ കുറച്ച് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ അത് ഉടനടി വേണം അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. എപ്പോഴെങ്കിലുമൊക്കെ വേണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ പോലും പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത് എന്തോ ഒരു സ്വപ്നം വന്നു പോയ പോലെ ഇന്ന് ഇപ്പോൾ എൻ്റെ എന്ന് പറയാൻ എനിക്കും ഒരു ലിവിങ് സ്പേസിനുള്ള തുടക്കം ഞാൻ ഈ 2024 ചെയ്തത്. കാര്യം നെക്സ്റ്റ് ഇയർ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കാണ് അതിൻ്റെ കയ്യിലേക്ക്, അതായത് പണിയൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ, കയ്യിലേക്ക് കിട്ടുള്ളൂ. പക്ഷെ എൻ്റെ ലൈഫിലെ വലിയൊരു മൈൽ സ്റ്റോൺ ആയിരുന്നു ഈ ഒരു ഡിസിഷനും. ഇതും ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഡിസിഷൻ എന്ന് പറയുന്നതിനേക്കാൾ ദൈവം ഞാൻ പോലും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ഒരു വളരെ ചുരുങ്ങിയ ദിവസങ്ങളെ കൊണ്ട് ആരോ എന്നെ ബലം പിടിച്ച് ചെയ്യിപ്പിച്ച പോലെ ചെയ്തു പോയൊരു കാര്യമാണ്. പക്ഷെ ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്, താങ്ക്ഫുൾ ആണ്. ഇപ്പം ആൻസർ ചേട്ടനെ ആണെങ്കിലും എൻ്റെ ഫാമിലിനെ ആണെങ്കിലും ബുദ്ധിമുട്ടിക്കാതെ എൻ്റെ എന്ന് എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായിട്ടും പറയാവുന്ന ഒരു ചെറിയൊരു കാര്യം തുടങ്ങി വെക്കാൻ പറ്റിയത് ഈ ഒരു വർഷത്തിലാണ്. അത് ഞാൻ സ്വപ്നം പോലും ഈ വർഷം ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യമായിരുന്നു. അതും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം. എനിക്ക് മമ്മി ഇവിടുന്ന് ചെറിയ സൂചനകളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. പക്ഷെ ഞാനത് ഒരു കറക്റ്റ്, കാരണം ആ ഒരു റൂട്ടിലേക്ക് വരാൻ ഞാൻ പിന്നിൽ ചെയ്ത കുറേ ഹാർഡ് വർക്ക്സ് ഉണ്ട്, അത് പലർക്കും അറിയില്ല. അപ്പൊ അത് എനിക്ക് നിങ്ങളിലേക്ക് ആ ഒരു രീതിയിൽ തന്നെ എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന്റെ ബിറ്റും ക്ലിപ്സും ഒക്കെ ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ഈ പറഞ്ഞ പോലെ പണി തുടങ്ങുന്നതേ ഉള്ളൂ. അതൊക്കെ അതിന്റെ ഒരു ഫൈനൽ ഒരു ഔട്ട്പുട്ടിലേക്ക് എത്താനായിട്ട് കുറച്ച് മാസങ്ങൾ എടുക്കും. അപ്പൊ അത് ഒരു കംപ്ലീഷൻ ആയതിന് ശേഷം അതൊരു സ്റ്റോറി ആയിട്ട് അല്ലെങ്കിൽ ഒരു സീരീസ് ആയിട്ട് അതിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് നിങ്ങളെ കാണിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. പക്ഷെ ഇത് 2024 എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ ഒരു കാര്യം ഞാൻ ഹൈഡ് ചെയ്യുന്നതിൽ ഒരർത്ഥമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു കാര്യം നിങ്ങളടുത്ത് റിവീൽ ചെയ്തതാണ്. പിന്നെ എന്താ ഈ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയൊക്കെ ഞാൻ ആവാൻ പാടില്ല എന്നുള്ളതും എനിക്ക് ഈ വർഷം മനസ്സിലാക്കി തന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് ഡിംപിൾ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും എന്ത് എന്നൊന്നുമല്ല, നമ്മളത് തുടങ്ങി വെക്കുക. പക്ഷെ നമുക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംരംഭം അവിടെ ഉണ്ടാവുമല്ലോ. എപ്പോഴാണെങ്കിലും ഒരു റൂമാണെങ്കിലും അത് നമ്മളുടേതാണ്, നമ്മളെ ആരും ഇറക്കി വിടില്ല, നമ്മളുടെ മാത്രമാണ് എന്ന് നമുക്ക് ആരുടെ മുമ്പിലും ധൈര്യത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ലിവിങ് പ്ലേസ് ഉണ്ടാവുക എന്ന് പറയണത്
ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. ഞാൻ ഡിംപിളിനെ എന്താ പറയുക, ഈ ഒരു അവസരത്തിൽ ഭയങ്കരമായിട്ട് ഇതാവണം. ഡിംപിൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓരോ പെൺകുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏറ്റവും എന്താ പറയുക, ഒരുപാട് പ്രൗഡ് തോന്നുന്നു എന്താണ് ഇവളെക്കുറിച്ച്, ഡിംപിളെക്കുറിച്ച്. അപ്പോൾ ആ ഒരു ഇത് തന്നെ ഓരോ പെൺകുട്ടികളും ഇപ്പം നമ്മൾക്ക് ഒരുപാട് വലുതോ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ളതൊന്നും വേണ്ട, ചെറിയൊരു ഇതാണെങ്കിലും നമ്മളുടേത് എന്ന് പറയാൻ നമുക്കായിട്ടൊരു ലിവിങ് പ്ലേസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു ലോകമായിരിക്കും അവിടെ. ആരിറക്കി വിട്ടാലും ഇപ്പം നമ്മൾക്ക് മക്കളുണ്ട്, അല്ലെങ്കിൽ ആൺമക്കളുണ്ട്, പെൺമക്കളുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് നാളെ ഏത് അവസ്ഥയാണ് എന്താണോ ഒന്നും നമുക്ക് മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റില്ല. ഈ വന്ന കാലഘട്ടത്തിൽ നമ്മളെ അവർ നോക്കുമെന്ന് പോലും പറയാൻ പറ്റില്ല. അവരുടെ പേരിൽ പോലും നമ്മളത് എഴുതി വെക്കരുത്. അത് നമ്മളുടെ, എൻ്റെ എന്ന് മാത്രമായിട്ടുള്ളൊരു ലിവിങ് പ്ലേസ് നമുക്ക് ഉണ്ടാവുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം. ഇപ്പം നമ്മൾക്ക് മക്കളുണ്ട്, അവർ കല്യാണം കഴിഞ്ഞ് പഠിച്ച് കല്യാണം കഴിഞ്ഞ് അവരുടേതായിട്ടുള്ളൊരു ലോകത്തോട്ട് പോവും, അല്ലെങ്കിൽ നമ്മളെ ബാധ്യതയായി കഴിഞ്ഞാൽ അവർ എവിടെയെങ്കിലും ഓർഫനേജിൽ വല്ലതും നമ്മളെ കൊണ്ട് തള്ളും. അതിനേക്കാളും നല്ലത് നമ്മൾക്കൊരു സ്വന്തം വീട്, നമുക്ക് മരിക്കേണ്ടി വന്നാലും ആ സ്വന്തം വീട്ടിൽ കിടന്നിട്ട് നമുക്ക് ആരുടെയും ആട്ടും തുപ്പും കേൾക്കാതെ നമുക്ക് അവിടെ നിൽക്കാമല്ലോ. അതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം എന്നാണ് എനിക്ക് ഈ ഒരു ഇതിൽ പറയാനുള്ളത്. അപ്പോൾ ഓരോ പെൺകുട്ടികളും, എനിക്ക് ആൺകുട്ടികളോടൊന്നും കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല, അവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളും കാര്യങ്ങളും അവർക്ക് സ്വന്തമായിട്ട് പലതും ഉണ്ടാകും. പക്ഷേ പെൺകുട്ടികൾ ആരുടെ മുമ്പിലും അടിയറവ് വെക്കാതെ നമ്മൾ തല കുനിക്കാതെ ജയിച്ച് തന്നെ കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരുടെ മുമ്പിൽ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മൾ മാതാപിതാക്കളെ ബഹുമാനിക്കണം, സ്നേഹിക്കണം, ദാറ്റ്സ് ഓക്കെ, അതൊക്കെ ശരിയാണ്. പക്ഷെ അവരുടെ മുന്നിൽ പോലും നമ്മൾ ഒരു രൂപ പോലും അവരുടെ മുമ്പിൽ പോലും ഒരു രൂപ പോലും ചോദിക്കേണ്ട അവസ്ഥ വരാൻ പാടില്ല. നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത്. ഇപ്പോൾ മാതാപിതാക്കളാണെങ്കിലും നമ്മുടെ മക്കളാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ നമുക്കൊരു ലിവിങ് പ്ലേസ് ഉണ്ടാവുക, നമ്മൾക്കൊരു ജോലി ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഡിംപിൾ പറഞ്ഞ ഈ ഒരു കാര്യത്തോട് ഞാൻ 100% യോജിക്കുന്നു. എല്ലാവിധ അതുണ്ടാവട്ടെ. എനിക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എനിക്കും എൻ്റേതായിട്ടുള്ളൊരു പ്ലേസ് എന്നുള്ളത്. ഇൻഷാ അല്ലാ അത് അധികം താമസിയാതെ തന്നെ എനിക്ക് കിട്ടും എന്നൊരു ഇതുണ്ട്. എന്തായാലും നമ്മൾ വിചാരിച്ചാൽ നേടിയെടുക്കാൻ പറ്റും. എപ്പോഴാണെങ്കിലും നമ്മൾ കുറച്ച് വൈകിയാലും പെട്ടെന്നൊന്നും എനിക്കൊന്നും നേടിയെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കാണെങ്കിലും പെട്ടെന്നൊന്നും നമ്മൾക്ക് ആർക്കും ഒന്നും നേടിയെടുക്കാൻ പറ്റില്ല. വെയിറ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് വൈകി ഒരു ഇതുണ്ടല്ലോ, വൈകി വന്നാലും നല്ലതായിട്ട് കിട്ടുന്നുള്ളൊരു ഇതുണ്ടല്ലോ. നമ്മൾ ഒരുപാട് വർഷങ്ങളൊന്നും ജീവിക്കാൻ പോകുന്നില്ല. ഏറി വന്ന ഒരു 60-80 വയസ്സ്, 80 വയസ്സിൽ അപ്പുറമൊന്നും നമ്മൾ എന്തായാലും പോകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഉള്ള ലൈഫ് എൻജോയ് ആയിട്ട് പോവുക, സന്തോഷത്തോടു കൂടി പോവുക. ആരുടെ മുമ്പിലും അടിയറവ് വെക്കാതെ നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള ലോകം പണിയണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോഴേ തന്നെ നമുക്ക് ആരുടെ മുമ്പിലും തല കുനിക്കാതെ ആരുടെ മുമ്പിലും ഒരു രൂപ പോലും യാചിക്കാതെ നമുക്ക് തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കാൻ സാധിക്കുള്ളൂ. ആരാണ് നമ്മളുടെ അടുത്ത് പോടി എന്ന് പറഞ്ഞ പോടാ എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഇതും നമുക്ക് വേണം. പിന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കില്ല. അതൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എല്ലാ പ്രശ്നങ്ങളും ഒന്നും നോക്കാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ലോകമായിട്ട് ആരും ഡിപ്പെൻഡ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലൈഫിൽ എന്തായാലും സക്സസ് ആവാൻ പറ്റും. അത് 100% ഉറപ്പാണ്. നമ്മളായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്കെന്തോ ഒരുപാട് ഇഷ്ടം തോന്നി. ഡിംപിളിൻ്റെ ഈ ഒരു കോൺസെപ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. എനിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഇത് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സൊക്കെ ഇപ്പോൾ കുറവാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം വലിയ ആക്റ്റീവ് അല്ല, ഹെൽത്തൊന്നും ഓക്കെ അല്ലാത്തതുകൊണ്ട് ഞാൻ ഡെയിലി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ കൂടെ എനിക്ക് ഹെൽത്ത് വലിയ ഓക്കെ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഡെയിലി എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നൊരു ഇതിലല്ലായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഡിലേ അന്ന് മിനിഞ്ഞാന്നിട്ടിട്ട് പിന്നെ ഇന്നലെ എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.